100 വർഷം എന്ന് പറയുന്നത് എന്തൊരു 100 വർഷമായിരുന്നു എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഏതൊക്കെ ചരിത്രത്തിനൊപ്പമാണ് VS എന്ന അതികായൻ വളർന്നു വന്നത് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അധിനിവേശ വിരുദ്ധ യുദ്ധകാഹളത്തിന്റെ പോരാട്ടകാഹളത്തിന്റെ തൊട്ടിലേക്കാണ് VS പെറ്റുവീണത് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് അടിസ്ഥാന വർഗത്തിന്റെ അവകാശങ്ങൾക്കൊപ്പം അവരുടെ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കാനുള്ള സഖാവായി വളർന്നു വന്ന രാഷ്ട്രീയമാണ് VS അച്യുതാനന്ദന്റേത്. VS അച്യുതാനന്ദൻ പിന്നിട്ട വഴികളിൽ, അദ്ദേഹം കെട്ടിപ്പടുത്ത ആദർശങ്ങളിൽ അണുവിട വ്യതിചലിക്കാതെ നിന്ന അണികളെ സമ്പാദിച്ചാണ് VS ആയി വളർന്നു വന്നത്. VS അച്യുതാനന്ദൻ കാണാത്തത് എന്തുണ്ട്? നേരത്തെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് VSന്റേത്. അദ്ദേഹത്തിന് 4-ാമത്തെ വയസ്സിൽ, പിന്നീട് 11-ാമത്തെ വയസ്സിൽ അച്ഛനെയും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. VS അച്യുതാനന്ദന്റെ ഓർമ്മകളിലൂടെ VS അച്യുതാനന്ദൻ അത് വീണ്ടെടുത്ത് പറയുമ്പോൾ കലങ്ങിയ കണ്ണോടുകൂടിയാണ് കേരളം അത് കേട്ടുനിന്നത്. ഒരു ഓലക്കീറിനപ്പുറത്ത് വസൂരി പിടിപെട്ട് അമ്മ മരണത്തോട് മല്ലിട്ട് കഴിയുമ്പോൾ ആ ഓലക്കുടിൽ നോക്കി ഒരു പാടവരമ്പത്ത് നോക്കി നിന്ന 4 വയസ്സുകാരനെ നമ്മൾ ഓർത്തിട്ടുണ്ട്. പിന്നീട് അച്ഛനെ നഷ്ടപ്പെട്ടത് ഓർമ്മയുണ്ട്. കൂടപ്പിറപ്പുകൾ പുന്നപ്ര വയലാർ സമരം നടക്കുന്നതിനിടയിൽ ഒരു ദിവസം VS വീട്ടിലേക്ക് വന്നു കയറുന്നുണ്ട്. വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ കൂടപ്പിറപ്പ് ആദ്യം ചോദിക്കുന്നത് നീ വല്ലതും കഴിച്ചോ എന്നാണ്. വിശപ്പാണ് ആദ്യത്തെ ശത്രു ഇല്ലാത്തവന്. പക്ഷെ ആ വിശപ്പിനെ ജീവിതത്തിൽ ദിവസത്തിൽ ഒരൊറ്റ നേരം മാത്രം വാരി തിന്നുന്ന 1-2 പിടി ചോറിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ കപ്പയ്ക്കപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് വയറ്റിലേക്ക് ഇട്ടതിന് ശേഷം വിശ്വസിച്ച സഖാക്കളുടെ ജീവന് വേണ്ടി പോരാട്ടത്തിനിറങ്ങിയ ചരിത്രമുണ്ട് VSന് ഓർത്തെടുത്തു പറയാൻ. അതെല്ലാം കേട്ടുകൊണ്ടിരുന്നതാണ്. ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതച്ചിട്ടുണ്ട്. മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആരോഗ്യത്തിനും ആയുസിനും വേണ്ടി പോരാടി തിരിച്ചു വന്ന VS കാർക്കശ്യത്തോടെ ആരോഗ്യത്തിന്റെ ചിട്ടവട്ടങ്ങളിലൂടെ നടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. 92-ാമത്തെ വയസ്സിലും ആ ചെറുപ്പക്കാരൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയും വന്നിട്ടുണ്ട്.